പിന്നെ കേരളം കണ്ട ചരിത്രം എന്താണെന്നറിയോ? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം കഴിഞ്ഞു, മുഹമ്മദ് ഷായുടെ കാലം കഴിഞ്ഞു. രണ്ടും കൂടെ സമ്മിശ്രമായ ഒരു ദീന് കേരളത്തിൽ ഒഴുകാൻ തുടങ്ങി. രണ്ടും കൂടെ ഒരൊറ്റ ദീനായിട്ട് ഒഴുകാൻ തുടങ്ങി. 23 ഷിയ ഗ്രന്ഥങ്ങളാണ് സമസ്ത പോലും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. 23 ഷിയ ഗ്രന്ഥങ്ങളാണ്. അറിഞ്ഞോ അറിയാതെയോ ആ ഷിയ ആചാരങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. അതിന്റെ അനന്തരഫലമായി പ്രവാചകന്റെ സുന്നത്തുകൾ തകർന്നുപോയി. തൗഹീദിലെ നോക്കി ഷിർക്കിന്റെ നിർവചനം പോലും സമസ്ത കൊണ്ടു നടക്കുന്നത് ഷിയാക്കളുടെ നിർവചനം. സാക്ഷാൽ ഖുമൈനി തന്റെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിലെ ഷിർക്കിന് കൊടുത്ത നിർവചനമാണ് നോക്കി കടന്നു വന്നത്. ഷിർക്കിന്റെ നിർവചനം പോലും ഖുമൈനി കശ്ഫുൽ അസ്റാറിൽ കൊടുത്ത. നമ്മുടെ സാധാരണ ഉസ്താദ്മാർ പറയില്ലേ, ഇപ്പൊ മഹാന്മാരോട് തേടിയാൽ കുഴപ്പമൊന്നുമില്ല, അവരെ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്ന മതി. ഖുമൈനി പറഞ്ഞത് റബ്ബാണെന്ന് വിശ്വസിച്ച് തേടിയാൽ മാത്രമേ ശിർക്ക് വരുള്ളൂ. ഹജറിനോട്, ഷജറിനോട്, കല്ലിനോട്, മരത്തിനോട് തേടിയാൽ പോലും അതൊരു അനാവശ്യ പണി മാത്രമേ ഉള്ളൂ, അല്ലാതെ ശിർക്ക് വരൂല. നിങ്ങളുടെ ഉസ്താദ്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ, മൈക്കയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പോലും ശിർക്ക് വരൂല. കാരണം മൈക്ക് അള്ളയാണ് നമ്മൾ വിശ്വസിക്കണില്ല എന്നാണ്. ഇത് സാക്ഷാൽ ഷിയാക്കളുടെ നിർവചനമാണ്. അങ്ങനെ തുടങ്ങി വന്ന ഏതൊക്കെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അറിയാതെ നമ്മൾ ഇന്ന് പിന്തുടർന്നു പോകുന്നത് ഷിയായിസത്തിന്റെ പലതും സമൂഹത്തിലൂടെ കടന്നു വന്നു. അതിൽ നിന്നുള്ള ഇപ്പൊ നോക്കി, ഇത് നമ്മൾ പറയും അങ്ങനൊന്നും ഷിയായിസൊന്നും ഇല്ല എന്നുള്ളതാണ്.